എനിക്കിട്ട പേരാണ്. ഐ ആം കെ ആലൻ. കോൾ മീ കെ ആലൻ. ചിത്രഗുപ്തൻ? നോ 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 നോ, CH ഗുപ്ത്. നടക്ക്. അയ്യോ അലൻ സാർ, എന്നെ കൊണ്ടുപോകല്ലേ, എന്റെ ഭാര്യയും മകനും. നടക്കാൻ. അയ്യോ, നടന്ന് വയ്യാതെയായി. ഇനി നീ എന്തെല്ലാം അനുഭവിക്കാൻ കിടക്കുന്നു. നീ നടന്ന് ഇപ്പോൾ കാണാവുന്ന കാഴ്ചകളെല്ലാം കണ്ടോളൂ. അതെ, യമപുരിയിൽ എത്തിക്കഴിഞ്ഞാൽ നിനക്ക് ഒരു കാഴ്ചയും കാണാൻ കഴിയില്ല. പ്രഭു, നമുക്ക് ഇയാളെ താലൂക്ക് ഓഫീസ് വഴി കൊണ്ടുപോയാലോ? ശരി, ആവാം. നടക്ക്. ദാ കണ്ടോളൂ നിന്റെ ഓഫീസ്. നീരജ, സുനിത മേഡം. നീ ആ മൂലക്കിരിക്കുന്ന ഗ്ലാമർ കുറഞ്ഞ മേഡത്തിനെ കണ്ടോടാ? കണ്ടു. അയ്യോ, നീ ആ ഷാജനെ കണ്ടോ? കണ്ടു. കിട്ടേണ്ടത് കിട്ടിയാലേ എല്ലാവരും പഠിക്കൂ, പെൺകോന്തന്മാർ. എന്താ പ്രഭു ഈ ഹാജർ പുസ്തകത്തിൽ നോക്കുന്നത്? ആ ശില്പ വന്നിട്ടില്ലേ? പ്രഭു, ആ കുട്ടി റിലീവ് ചെയ്ത് പോയി. മാറി നിൽക്കൂ. അതല്ല ചിത്രഗുപ്ത, മണി 2:30 ഓഫീസിലാരെയും കാണാനില്ലല്ലോ. അത് പ്രഭു, കല്യാൺ സിൽക്കിന്റെ ഡിസ്കൗണ്ട് സെയിൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാരും അവിടെ പോയതാണ്. ഓ, ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലേ? അവരോട് ചോദിക്കേണ്ട ആൾക്കാരാണ് ആ റൂമിലിരുന്ന് ക്യാരംസ് കളിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിക്കാനും പറയാനും ആരുമില്ലേ? അവരോട് ചോദിക്കേണ്ട ആളാണ് ആ കിണറിന്റെ അടുത്ത് നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓ, അയാളെന്താ ശിങ്കാരിമേളം പഠിച്ചിട്ടുണ്ടോ? ഒരു സ്ഥലത്ത് നിൽക്കാതെ മുന്നോട്ടും ആടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോഴേക്കും മേളം വന്നല്ലോ. അതൊരു പാർട്ടിയുടെ പുതിയ സമരത്തിന്റെ വിളംബര ജാഥയാണ്. ഓഹോ, അതെന്താവശ്യത്തിന്? എല്ലാ സമരവും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ഇതൊരു സംരക്ഷണ സമരമാണ്. അതെന്തെങ്കിലും ആവട്ടെ, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും. നമുക്ക് ഇയാളെയും കൊണ്ട് പോകാം. എന്താ ഇവിടെ വൈദ്യപരിശോധനയും ഉണ്ടോ? OP ടിക്കറ്റ് എടുത്ത് ആളുകൾ ഇരിക്കുന്നുണ്ടല്ലോ. അയ്യോ, അത് പേഷ്യൻസ് അല്ല പ്രഭു, ഈ ഓഫീസിലെ പിയൂൺമാരാണ്. അവർ ചുമ്മാ കാറ്റുകൊള്ളാനിരിക്കുന്നതാണ്. ഇത്രയൊക്കെ ആയിട്ടും ഇവരുടെ പേരൊന്നും നമ്മളുടെ ശാപം.com വരുന്നില്ലല്ലോ. ഇല്ല പ്രഭു, ഇങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാവരും അവരുടെ ജോലികൾ കൃത്യമായി ചെയ്തു തീർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ ആരും ശപിക്കുന്നില്ല. നന്നായി വരും മോനെ. മോൻ എല്ലാരെ കൊണ്ടും നല്ലത് മാത്രം പറയിക്കണം കേട്ടോ. നല്ല പോലെ ജോലി എടുക്കണം. മാത്യൂസിന്റെ മകൻ ചുണക്കുട്ടിയാണെന്ന് എല്ലാരെ കൊണ്ടും പറയിക്കണം. ഞാൻ പോയിട്ട് വരാം അമ്മച്ചി. നമസ്കാരം, എന്റെ പേര് അലക്സ്. ഞാൻ ജോയിൻ ചെയ്യാൻ വന്നതാ. നമ്മുടെ മാത്യു സാറിന്റെ മോനല്ലേ? ഇരിക്കട്ടാ. ഓഫീസർ എത്തിയിട്ടില്ല, ആളൊരു സിനിമാ പ്രേമിയാ. പേര് സനീഷ് കുമാർ. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് മോഹനൻ. സാറ് വന്നിട്ടില്ലേട്ടാ? എനിക്ക് കാർഡ് ഇവിടുന്ന് അയച്ചതാ. ഇതിലെ പലിശ കൂട്ടി കണക്ക് പറഞ്ഞു തന്നാ മാത്രം മതി, ഞാൻ ബാങ്കിൽ പണം അടച്ചോളാം. നിങ്ങളോടല്ലേ പറഞ്ഞ സാർ എത്തിയിട്ടില്ലാന്ന്? ഇതൊന്നും നോക്കി തന്നാ മാത്രം മതിയായിരുന്നു. ചേച്ചി, അതൊന്നും നോക്കട്ടെ. ഞാൻ ഇതിലെഴുതിയിട്ടുണ്ട്, ഇത് പോയി ബാങ്കിൽ അടച്ചാൽ മതി. വളരെ നന്ദി സർ. താൻ ആള് കൊള്ളാലോ. ആദ്യ ദിവസം ഇങ്ങനെ ജോലിയാണെങ്കിൽ വലിയ സംഭവട്ടാ. സാറ് വന്നു. നമ്മുടെ മാത്യു സാറിന്റെ മോൻ ജോയിൻ ചെയ്യാൻ വന്നിട്ടുണ്ട് സാർ. പേര് അലക്സ്. ജോലിയൊക്കെ നല്ലോണം ചെയ്യണട്ടോ. ശരി സാർ. നമസ്കാരം. ഇരിക്ക്. നമ്മുടെ പുതിയ പയ്യൻ വന്നിട്ടുണ്ട്. അവനും കൊടുത്തേക്കൊരു കാന്തി. ഓ ശരി സാർ. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ബഷീർ. ഞാൻ ചെറിയൊരു ബിസിനസ്സുകാരനാ. നമ്മുടെ ഒരു കാര്യം സാറ് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു സന്തോഷത്തിന്. അമ്മ എന്നഴയ്ക്കാതെ ഉയിരില്ലയേ. എനിക്ക് വേണ്ട. ജോലി ചെയ്യുന്നതിനല്ലേ സർക്കാർ ശമ്പളം തരുന്നേ. വേണ്ടെങ്കിൽ വേണ്ട,